UKT-യുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇതാ കടന്നു വരികയാണ്. UKT-യുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയമുള്ളവരെ, രാഷ്ട്രീയത്തിലേക്ക് എന്നെ ഇറക്കിയതും രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതും ഈ പൊസിഷനിലാക്കിയതും എന്നെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നതും ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, ഈ UKT എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പാർട്ടിയല്ല. അത് ഈ നാടറിയുന്ന, ഈ ജനമറിയുന്ന ഒരു പാർട്ടിയാണ്. ഏത് കൊടുങ്കാറ്റിനും പിടിച്ചുലയ്ക്കാൻ പറ്റാത്ത ഒരു അടിത്തറയുള്ള ഒരു പാർട്ടിയാണ്. അമ്മച്ചിയുടെ അടിത്തറ ഇളകി അവൻ നിയമസഭയുടെ പുറത്തും പോയേനെ. അമ്മച്ചിക്ക് വല്ലതും പറ്റിയോ? അമ്മച്ചിക്ക് പറ്റിയത് ഞാൻ നോക്കിക്കോളാം. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ പഞ്ചവടി പഞ്ചായത്തില് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ബോബൻ ചാക്കോ ആദ്യമായി ചെയ്യുന്ന സംരംഭം ഈ നാടിന് വേണ്ടി ഒരു ആംബുലൻസ് സർവീസ്. അതെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ പഞ്ചവടി പഞ്ചായത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ആംബുലൻസിൽ കയറാൻ പോകുന്നത് നിങ്ങൾ ആരുമായിരിക്കില്ല, എന്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് വിളിക്കണം. ഞാൻ അതിനകത്ത് കിടത്തിക്കൊണ്ടുപോകാനല്ല, അതിനകത്ത് ഇരുത്തി ഉദ്ഘാടിപ്പിക്കുമെന്ന്. ബാക്കി നീ ഉറക്ക്. അള്ളയുടെ മോന്റെ കൊര കഴിഞ്ഞോ? നീ കിടന്നു കുറക്കണ്ടത്, ഇവിടെ കിടന്ന് കുറക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ ഈ തുറന്ന ജീപ്പിലെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ബോബനും മോളിയും. ബോബനും മോളിയാ? അല്ല, രണ്ടുപേരുടെ പേര് ചേർത്ത് പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. ബോബനും മോളിയുടെ ഇടയിൽ പുറകിലൊരു പട്ടി ഉണ്ടാവുമല്ലോ, കിടന്നു കുറച്ചോ. നീ മയക്കം കുടിച്ചോ. പ്രിയമുള്ളവരെ, ഈ പഞ്ചായത്തിന്റെ മണൽത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, പഞ്ചവടി പഞ്ചായത്തിന് പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ബോബൻ ചാക്കോ കടന്നു വരികയാണ്. ജനങ്ങളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ബോബൻ ചാക്കോ ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പഞ്ചവടി പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബോബൻ ചാക്കോ ഇതാ കടന്നു വരികയാണ്. സത്യവാദിയേ, എല്ലാം പോയടി. എന്നെ നീ ഓടിവാ മക്കളെ, ഓടിവാ. എടീ വീരഭദ്രൻ പോയടി. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, ആരും മരിച്ചിട്ടുമില്ല. ഒരു പഴപ്പില്ലല്ലോ. നീയൊക്കെ പിന്നെ ആംബുലൻസ് മറ്റേ പറഞ്ഞോടാ. അയ്യോ, പ്രതിപക്ഷം പുതിയ ആംബുലൻസ് സർവീസ് കൊണ്ടുവരുന്നത് അത് പറയാൻ വേണ്ടിയാ വന്നത്. ആ വിവരം വീരഭദ്ര സഖാവിനോട് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചേട്ടനോട് പറയുന്നത് ഞാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്, അപ്പൊ നിങ്ങൾ എന്നോടല്ലേ പറയണ്ടേ? അല്ല, ബുദ്ധിപരമായ കാര്യങ്ങൾ ചേട്ടനോടാണ് ഞങ്ങൾ പറയാറുള്ളത്. അത് കറക്റ്റ്. അല്ല, അപ്പൊ അച്ഛൻ ശരിക്കും മരിച്ചിട്ടില്ലേ? ഇല്ലെന്ന്. ഞാൻ ഫാദർ ഡെഡ് ഫീലിംഗ്സ് ആണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഇപ്പൊ ഇത് ഡിലീറ്റ് ചെയ്യണോ? ഇങ്ങനൊരു സത്വം ഇതിന്റെ എല്ലാം ബുദ്ധി എവിടെയാ? പൗളിയുടെ അവളീ ഈ പഞ്ചായത്ത് കുട്ടിച്ചോറാക്കിയിട്ടേ പോകും. അതേ സഖാവേ, അവര് സൗജന്യമായിട്ട് ആംബുലൻസ് സർവീസ് നടത്തുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ സൗജന്യമായിട്ടല്ലാതെ ടാക്സ് ആയിട്ട് ഓടാൻ പറ്റുള്ളൂ ആംബുലൻസ്. അത് കറക്റ്റ് കാര്യം. അത് നമ്മൾ തടയേണ്ടതായിരുന്നു. എന്തിനാന്നേ ഈ പഞ്ചായത്തിൽ ആംബുലൻസ് ഇവിടെ നല്ല കാര്യമല്ലേ ജനങ്ങൾക്ക്? അതൊക്കെ നല്ല കാര്യമാണോ, പക്ഷെ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് അവർക്കല്ലേ പോളൂ. പിന്നെ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് എന്താ ഈയിടെയായിട്ട് നമ്മൾ നാട്ടുകാർക്ക് വല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു മൊത്തം ഉപദ്രവം. പുതിയ ബഡ്ജറ്റ് അവതരണം കൂടെ വന്നപ്പം അത് പൂർണ്ണമായി. അതൊക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ മേലെയുള്ള കാര്യമല്ലേ. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാണ് ഗോവയിലെ കാര്യം പറയുന്നത്? ഗോവയുടെ കാര്യം പറഞ്ഞ ചുമ്മാരടി. ഇടോ, ഇത് മുടക്കാനെ പറ്റി എന്തേലും അതിനെപ്പറ്റി എന്തേലും ആലോചിക്കും എങ്ങനെങ്കിലും. ആ ടെൻഷൻ അടിക്കണ്ട, വണ്ടി സംബന്ധമായ കാര്യമല്ലേ, അതിന്റെ കാര്യം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. അതെങ്ങനെ? അത് സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഇതിന് വരെ ഇരുട്ടത്ത് അടികിട്ടി പോലെ ആയിപ്പോയി. എന്നാലും ഓമാരി ആംബുലൻസ് ഇത്ര പെട്ടെന്ന് നിങ്ങൾ സാധിച്ചു. അതാണ് പിടിപാട്. പിടിപാടല്ല, നമ്മുടെ പിടിപ്പുകേടെന്ന് പറയും. ചുമ്മാ കുറിയും തൊട്ട് നടന്നാൽ പോരാ. ജീവൻ തൊട്ടിട്ടുള്ള കുറി ഞാൻ തൊട്ടിട്ടുണ്ട്, അതിന് കാര്യമുണ്ട്. എടാ, നമ്മുടെ ഈ പിടിപാടില്ലായ്മ ഉണ്ടല്ലോ, ഒന്ന് മാറ്റി കൊടുക്കണം. എങ്ങനെ? ഈ പറഞ്ഞ ആംബുലൻസ് റോഡിൽ ഇറങ്ങാൻ പാടില്ല. എന്നാൽ നമുക്ക് ഹർത്താൽ വെച്ചാലേ? എന്ത് പറഞ്ഞാലും ഒരു ഹർത്താൽ ഒരെണ്ണം നടത്തിയതിൻ്റെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അവിടെ ആരൊക്കെ എന്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടീമുകളാണെന്നാ പറഞ്ഞത്. ഒരാളും അത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. ഐഡിയ വല്ലതും ഉണ്ടാ? തലയാടനാണ്ടത് വലിയ ഐഡിയ ആലോചിച്ചിട്ട് വന്നു. പറഞ്ഞല്ലോ ഉണ്ട്, ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അത് കാണിച്ചു തരാം. വാ.
അയ്യേ കാക്കതൂറി അയ്യോ അപലക്ഷണാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ചിന്തിച്ചാൽ അവിടെ ശൗചാലയം എന്നല്ലേ. അതെ കാക്ക ചിന്തിച്ചാൽ അവിടെ ആയിരിക്കും. അമ്മച്ചേ ഇയാളിത് അകത്ത് എന്തെടുക്കുക? ഒരു ചായ പറഞ്ഞിട്ട് കുറേ നേരമില്ല. ഇത് നമ്മൾ ബോധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പഴയ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ പുള്ളിക്ക് കിട്ടുന്നതിന് ഒരുപാട് നമുക്ക് കിട്ടുമായിരുന്നു. എടാ അങ്ങേരുടെ മോന്തയ്ക്ക് ആ താടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആള് വെറും മണ്ടനാന്ന്. അതറിയാൻ പാടില്ല നമുക്ക്. പിന്നെ തള്ള നമ്മുടെ സത്യവതിയെ ഉടുക്കത്തെ തള്ള. അതിലും വലിയ തള്ളാണല്ലോ ഇവിടെ നടക്കണത്. അല്ല അമ്മച്ചി, നമുക്ക് ആ സത്യവതിനെ ഒരു പാഠം പഠിപ്പിക്കാം. പഠിപ്പിക്കാം. ഇപ്പൊ തൽക്കാലം ഇത് കൂടി സത്യവതി ഭയങ്കര അഹങ്കാരിയാ. ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതെ 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 അതെ, നമ്മുടെ പാർട്ടിയിലുണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത കുറെ എണ്ണങ്ങൾ. അല്ല അതിന് മക്കളല്ലേട്ടാ, നിങ്ങൾ കുടിച്ചോ. ഞാൻ മോമ്പനെ വിളിച്ചിട്ടാ. ഈ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത നമ്മളെ ഉദ്ദേശിച്ചാണ്. അവർക്ക് മനസ്സിലായി. ആണോ? കുടിക്ക്. നമ്മളായിരിക്കില്ല. കളരി വിളക്ക് തെളിഞ്ഞതാണു, കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണു, മാനത്തുന്നെങ്ങാനും വന്നതാണു. കണ്ണാടിന് മുമ്പിൽ എന്തോ പ്രായം കാണിക്കടാ. അമ്മച്ചി ആംബുലൻസിന്റെ കാര്യം പറയാൻ വേണ്ടി പഞ്ചായത്തിൽ നടന്ന് മുഖവും ദേഹവും ഒക്കെ കറുത്തു തന്നെ. അല്ലെങ്കിൽ എന്ത് സായിപ്പിന്റെ പോലെയാണ് ഇരുന്നേച്ചെന്നറിയാമോ? ഇതൊക്കെ വെളുപ്പിക്കും അമ്മച്ചി. പിന്നെ ഭയങ്കര വെളുപ്പിക്കലായിരിക്കും. വെളുപ്പിച്ച് ഈ കുടുംബം വെളുപ്പിക്കാണ്ടിരുന്നാ മതി. അമ്മച്ചി ഇങ്ങനെ നിരാശപ്പെടുത്തല്ല അമ്മച്ചി. പിന്നെ മനസ്സ് നനച്ചു തുടങ്ങി. അവിടെ ആൾക്കാർ ചോദിച്ചും തുടങ്ങി, എന്ത് എന്നാണ് കല്യാണം. പുതിയ മനസ്സിലിരിക്കട്ടെ, നീ എന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണം, അതിന്റെ പിറ്റേ ദിവസം കല്യാണം. ഇത് നല്ലതാണോ? ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്, ഞാൻ പറയാൻ വേണ്ടിയിരിക്കുന്നത് നല്ലതല്ല. കറക്റ്റ്. നിനക്കെന്താ അത് ഇപ്പൊ തോന്നാൻ കാരണം? ഇത് ചീത്ത സാധനമാന്നേ. നല്ല റമ്മ് മേടിക്കാൻ പറഞ്ഞാൽ ഇത് അടിച്ച് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ലെന്നേ. എടാ അതല്ല, എടാ അവന്മാര് നാളെ റോഡിൽ ആംബുലൻസ് ഇറക്കിയാൽ അത് നല്ലതാണോ ചീത്തയാണോന്നാ ഞാൻ ചോദിച്ചത്. അല്ലാതെ ഇതിന്റെ ഗുണനിലവാരത്തെ പറ്റിയല്ല. അതും നല്ലതല്ല, ഇതും നല്ലതല്ല. അത് കറക്റ്റാ. താല്പര്യം ഇല്ലാത്തവർക്ക് പോകാം. ഒന്നാലും ഞാൻ പോകൂല. എടാ ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ ആംബുലൻസ് ഇറക്കണ കാര്യം പറഞ്ഞത്. നീ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന ആ സമയത്ത് തന്നെ ഈ ആംബുലൻസ് ഇവിടെ ഇറക്കിയ ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മളോട് ഒരു സ്നേഹവും മാത്രമല്ല വോട്ട് അമ്മച്ചിക്കും കിട്ടും. എനിക്കാ ഏടാ പൊട്ടച്ചാലേ, നീയല്ലേ ഇലക്ഷൻ നിൽക്കണത്. അടുത്ത വോട്ട് നിനക്ക് കിട്ടുള്ളു. അപ്പൊ നീയല്ലേടാ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. ശരിയാണ്. തിരക്കിന്റെ ഇടയിൽ അത് ഞാൻ മറന്നു. നീ അപ്പുറത്തോട്ടൊന്ന് ചെന്നേ, അവിടെ 2 പാഷാണത്തി കൃമികളൊന്നും ഇരിപ്പുണ്ട്. അതുങ്ങളുടെ അടുത്തോട്ട് ചെല്ലുന്നു. അതൊക്കെ ചെല്ലി വേഗം ചെല്ലണമെന്ന് മതി വെളുപ്പിച്ചത്. എടാ കോപ്രായം കാണിച്ച് ഇത് എനിക്ക് കോലോടപ്പ. ഒരു മന്ത്രി അടക്കണ ചട്ടെടുത്തിട, ഒരു മന്ത്രി അടക്കണ്. ശരിയാ, തിരക്കിന്റെ ഇടയിലേ എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ പറ്റണില്ല. പിന്നെ കോലം കണ്ടാ മതി. ഗ്ലാമർ കൂടിയോ? നീ എവിടെയെങ്കിലും ഇത് തിരിഞ്ഞേ. കൊള്ളാം, ഇത് മതി. ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞ കല്യാണം. മന്ത്രിയായ നീ കല്യാണം ഞാൻ പിറ്റേ ദിവസം തന്നെ കല്യാണം നടത്തൂല. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കണല്ലോ. മന്ത്രി ആകണം. എന്റെ മോൻ ചെല്ലിട്ടാ ചായ ആയിട്ട് അമ്മ അങ്ങോട്ട് വരാം. ഞാൻ പോ. എന്തായി പോയ കാര്യമൊക്കെ എന്തായി? കവല മൊത്തം ഫ്ലെക്സ് ഒട്ടിച്ച്. ഫ്ലെക്സാ എല്ലായിടത്തും ഒട്ടിച്ച്. പിന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അമ്മയുടെ ഒരു ഫോട്ടോയും വെച്ച് ഫ്ലെക്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നന്നായി. പിന്നെ അതൊക്കെ ഞങ്ങൾ ഉറക്കം വളച്ചിരുന്ന് ചെയ്തതാണ്. അല്ലല്ല, എന്റെ മാത്രം വെച്ചിട്ട് കാര്യം. അമ്മച്ചിക്ക് സന്തോഷം വേണം. സാമ്പിളാണ്. കൊള്ളാം. ഇത് നിങ്ങൾ അടിച്ചാ? ഞങ്ങൾ ഇന്നലെ രാത്രി 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടുള്ള ഫുൾ ഡിസൈനിങ് ആയിരുന്നു. ഇത് പൊളിച്ച്. ഇത് നന്നായിട്ടുണ്ട്. അമ്മച്ചി കാണണം. നന്നായിട്ടുണ്ട്. ഗംഭീരം അല്ലേ? ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. അമ്മേ, അമ്മ ഇപ്പൊ അങ്ങനെ കയറ്റിയല്ലോടാ. ഏത് വല്ലവരുടെ ഇടന്ന് പറഞ്ഞ പിന്നെ അമ്മയുടെ ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒട്ടിച്ചെന്ന്. ആശംസകൾ. അമ്മ നോക്കിയാ നോക്ക്. അമ്മച്ചിക്ക് ഇഷ്ടപ്പെടും. പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഈ പൂവണ്ട, പൂ എന്റെ ഐഡിയ ആണ്. പിന്നെ ജനനം എഴുതി വെച്ചേക്കണില്ലേ, അത് എന്റെ ഐഡിയ. എന്റെ പൊന്നോ. പിന്നെ അതിന്റെ അടിയിൽ കുറച്ച് സ്ഥലം കൂടി ഉണ്ടല്ലോ. എന്നാലേ വേർപാടിന്റെ 9-ാം ദിവസം ഒന്നും കൂടി എഴുതാൻ പറ്റില്ലായിരുന്നു. പറയാൻ പോയാ അതിന് സ്പേസ് ഇട്ടേക്കണത്. മേലെ കേട്ടോ. നീ
നിന്റെയൊക്കെ ആരാടാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് വന്നത്? മികാലേട്ടൻ. ആ കിട്ടിയല്ലോ അയാൾക്ക്. അയാൾ ചെയ്തതിന്റെ പാവത്തിന്റെ പോലെ അയാൾക്ക് കിട്ടി. പെട്ടിയിലാക്കിയല്ലോ എല്ലാരും കൂടി. കണക്കണ്ട അമ്മച്ചി വെറുതെ കിടന്ന് പോകും. ഇത് ദൈവത്തോർത്ത് ആംബുലൻസിന്റെ ഉദ്ഘാടന പരിപാടി നടക്കാൻ പോണെയാണ്. ആ പ്രദേശത്തേക്ക് ഒന്നും വന്നേക്കരുത്. ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പെരിപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. അമ്മച്ചിയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അലങ്കോലമാക്കാൻ അങ്ങോട്ട് വരരുത്. എന്റെ നേതാവിന്റെ ഇടവും വല്ല രണ്ട് പുലികളായിട്ട് ഞങ്ങൾ എപ്പോഴും മൊബൈലിൽ കിടന്ന അമ്മച്ചി നല്ല കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്നോടൊക്കെ ആര് പറഞ്ഞടാ ഇതിലൊക്കെ എന്താ ആരെ വിളിച്ചു പറയണ്ടാണ്? കോളും വന്നു. ആ ഹലോ. അതെ അമ്മച്ചി എപ്പോ വരിച്ചെന്നാ? അമ്മച്ചി എത്തിട്ടില്ല. ദേ ഇപ്പൊ ചായ എന്നിട്ട് അമ്മത്തേക്ക് പോയുള്ളൂ. ആര് പറഞ്ഞു? ഇല്ലെന്ന്. എന്റെ അമ്മച്ചി ഇവിടെ ജീവനോട് ഇരിപ്പുണ്ട്. എന്റെ അമ്മച്ചി ചത്തിട്ടില്ല. എന്താ പ്രശ്നം? എന്താ എങ്ങനെ? കവലയിൽ ഫ്ലക്സാ അമ്മച്ചി മരിച്ചെന്നും പറഞ്ഞ? അയ്യോ അതല്ല, ആ ഫ്ലക്സ് അല്ല അടിച്ചേക്കണത്. നീ ഇപ്പൊ എവിടെ വെക്കണ്? പ്രീത്തി മെഡിക്കലേ ഇങ്ങോട്ട് വാ. അമ്മച്ചിനെ കണ്ടിട്ട് പോ. ചത്തിട്ടില്ല, സത്യം. എടാ ആ കവലയിൽ ചെന്നിട്ട് ആ ഫ്ലക്സ് വിളിച്ച് നിൽക്കാതെ പോയി ഫ്ലക്സ് വിളിക്കടാ. അവിടെ അമ്മച്ചി മരിച്ചെന്ന് പറഞ്ഞ അവൻ പ്രീത്തി മേടിക്കാൻ തിരിച്ചേക്ക് നിൽക്കണം. അമ്മ ചാകാത്തവനെ കൊന്നു കൊലവിളിക്കാൻ വേണ്ടി നടക്കണം. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ബോബന്റെ ശിങ്കിടികളുടെ ജാടയാ. ഒക്കത്തിന്റെയും പിന്നിൽ ആ തള്ളയാ പോളിച്ചാക്കോ. അതെ തള്ളേ മോനെ, ഈ പഞ്ചായത്ത് ഭരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഈ ആംബുലൻസ് ഇവിടെ ഓടാൻ പാടില്ല. ഓടില്ല, അതിനുള്ള വഴി എനിക്കറിയാം. അതെങ്ങനെ സാധിക്കും? അത് സസ്പെൻസ്. കൊള്ളാല്ലേ? പിന്നല്ല, ഭംഗിയായിട്ടുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഗസ്റ്റ് വരുമ്പോ ഇരുത്താനുള്ള കസേരയൊക്കെ അറേഞ്ച് ചെയ്തു. കസേര റെഡിയാണ്. പടക്കമുണ്ടാ? പടക്കത്തിന് ആരോഗ്യം കാറിന്റെ ഒച്ച കേട്ടാ അപ്പ പൊട്ടിച്ചോളാം. നമ്മള് പരിചയപ്പെടുത്താൻ പിന്നെ വിട്ടുപോയി. ഞാനാണ് ഇതിന്റെ ഓക്കെ മോഹൻ. ഇത് പിന്നെ എന്റെ എല്ലാമായ അമ്മ, നാട്ടുകാരുടെ അമ്മ. മൊത്തത്തില് ഇത് ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ പിൻഗാമികള്. ഞാൻ സത്യമതി. ഇവിടുത്തെ അവൻ നേരത്തെ വിളിക്കാറുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. ഇവര് പ്രതിപക്ഷമാണ്. പക്ഷെ ഞാൻ ഇവിടെ എവിടെന്തോ വോൾവോ ബസ് ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന്. അതല്ല, ആംബുലൻസ് വോൾവോ ബസ് അല്ല. അല്ല, ഈ വോൾവോ ബസ് ആണെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. ഞങ്ങൾ എല്ലാവരും വോൾവോ ബസ് പോലെ തന്നെയാണ് ഈ ആംബുലൻസ്. ഇതിൽ കിടന്നാൽ നമ്മ പോകുന്നത് അറിയില്ല. അങ്ങനത്തെ ഒരു സുഖമുള്ള ഇതാണ്. വലിയ മാറ്റിയും തരും വേണ്ടി. പിന്നെ ഭയങ്കര സംഭവമാണിത്. ആ കരിക്കൊന്ന് നമസ്കാരം. പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കരിക്കായത് കൊണ്ടാണോ കുടിക്കാത്തതല്ലേ? ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിയുടെ ബുദ്ധിയിൽ നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരാൾ വളരെ ആംബുലൻസ് കിട്ടാതെ മരിച്ചു. ഇനി ആരും ഇവിടെ മരിക്കാൻ പാടില്ല. ഒരു ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡെഡ് ബോഡി വേണ്ടേ? ഇവിടെയാണ് ശരിക്കും ഒരു കളറായത്. കുങ്കുമപാത്രത്തിൽ ഇട്ട് വന്നേക്കണേ. അപകട ചിഹ്നമുള്ള കംപ്ലീറ്റ് അപകടമാണല്ലോ. അപകടമുണ്ട്. കാര്യം ഇവിടെ എന്തൊക്കെ തന്നെയാണെങ്കിലും എന്തൊക്കെ കളർ കാണിച്ചാലും ഈ കൊണ്ടുവരുന്നതിന്റെ ഒരു കളർ വേറെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചടങ്ങിലേക്ക് ഒന്ന് കടക്കാം. അയ്യോ, ഇത്രയും വലിയ താക്കോലുണ്ടാവോ? ഇത് ഡമ്മിയാണ്, ഡമ്മി. താക്കോലിനൊക്കെ മമ്മി ഉണ്ടാ? മമ്മി അല്ല, ഡമ്മി. ഇതായിരിക്കാ കൊടുക്കേണ്ടത്. ആംബുലൻസ് ഓടിക്കാനുള്ള ആള്. വാങ്ങിച്ചോളൂ. UDCക്ക് തന്നെ കൊടുത്തോളൂ. അയ്യോ, കയറിയോളൂ. അപ്പോൾ ഈ ചടങ്ങ് നിർവഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ എൻ്റെ അമ്മച്ചിയുടെയും ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെയും പേരിലുള്ള അർദ്ധമായ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചവടിപ്പാലം പഞ്ചായത്തിൽ നമ്മൾ തീർത്തിരിക്കുന്ന ആംബുലൻസിന് ആദ്യത്തെ ആള് ആരായാലും വളരെ സജീവമായിട്ട് നമ്മൾ ഓടിയെത്തുന്നതായി ഇവിടെ ഞങ്ങളുടെ നിങ്ങളുടെ ആളെന്നില്ല. ആളെയാണ് നിങ്ങൾ വെട്ടികളങ്ങനെ മാറിയിരിക്കും. ആളെ
ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം വന്ന അത്യാവശ്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഒരു ആംബുലൻസിന്റെ മനസ്സിലായ പഞ്ചായത്തിൽ ആംബുലൻസ് ഒരു ആംബുലൻസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പൊ തന്നെ എരയും കിട്ടിക്കഴിഞ്ഞു. ഐശ്വര്യമാണ് ഐശ്വര്യമാണ്. ആരേക്കും ഞാൻ വന്നേക്ക് അങ്ങോട്ട് പറയാം. വണ്ടി വിടെ ഡീസലല്ലേ ഞാൻ എടുത്തു വിളിച്ചു പറ ഇപ്പൊ വിളിച്ചു പറയും ആളെ കൊണ്ടുപോ. അയ്യോ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ആശുപത്രി കൊണ്ട് നീ സമാനിക്കാതെ പെട്ടെന്ന് പ്രകടിപ്പിക്കാൻ തരുന്നില്ല. ഞാൻ വിട് വണ്ടി. വണ്ടി അതായത് ഉദ്ഘാടനം കഴിഞ്ഞ ആംബുലൻസ് പുതിയ ആംബുലൻസ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്തു. പൊടി വെച്ച ആ ഫോണിൻ്റെ അടുത്ത് താഴെ വെക്ക്. എന്നിട്ട് ചൂട് പിടിക്ക്. താഴെ ഇപ്പൊ എടുത്ത് ഈ സാമാനം എടുത്ത് വെള്ളത്തിൽ ഇടുവേ ചൂടുവെള്ളത്തിനകത്ത് പറഞ്ഞേക്കാം. സന്തോഷമായി. സുഖമാണോന്ന് ചോദിക്കുന്നില്ല. ഒരു കുടുംബത്തിന് മൊത്തം പരിക്ക് പറ്റിയ ഒരു കുടക്കീഴിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. 10 വാരിയല്ലേ ഓടിച്ചത്? ആരുടെയാണ് 10 വാരിയല്ലേ? എന്റെ അല്ല, ഒച്ച കേട്ടിരുന്നു. ആരുടെയാണാവോ? ഡ്രൈവർ പറയണ്ടായിരുന്നു ടേ എന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ടായിരുന്നു. അമ്മേ ശ്വാസം ഉണ്ടല്ലോ, നെഞ്ചിടിപ്പില്ലേ? ഇതിൽ കൂടുതൽ നെഞ്ചിടിപ്പ് എന്നിട്ട് നെഞ്ചത്ത് ഫുള്ള് ഇടിച്ചേക്കല്ലേ. പിന്നെ കാശ് നന്നായിട്ട് ചെലവായെന്ന് ഞാൻ കേട്ടു ഹോസ്പിറ്റലിൽ. അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, അതിനൊക്കെ ഇൻഷുറൻസുകാർ തന്ന് തീർത്തോളും. ഇൻഷുറൻസുകാർ തീർക്കാത്തൊരു സംഭവം ഉണ്ട്. ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ആംബുലൻസ് 4 കാലയിൽ പൊളിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ കാശ് തരേണ്ടി വരും. ആര് ഞങ്ങളോ? പിന്നെ അല്ലാണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കാണേണ്ടി വരില്ല. ശ്വാസം അടക്കം വിട് കേട്ടോ. അതൊക്കെ ഉണ്ടാവും. ശരി. ഇത് മറ്റേ ചരിത്ര നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. കൊള്ളാം. അവര് പോയാ? അവന്മാർക്ക് പറയാനുള്ളത് വാ നിറച്ച് പറഞ്ഞു പോയി. എന്റെ കയ്യിലെങ്ങാനും കിട്ടണമായിരുന്നു. ചേച്ചി ഒളിച്ചിരുന്ന് എങ്ങനെയാ ചവര ചേച്ചിയുടെ കൈ കിട്ടണേ? അവന് വാ തുറക്കാൻ വയ്യ. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പേരുള്ളതിൽ ആരെയാണ് മോക്ക് മനസ്സിലാകാത്തത്? അയ്യോ, ഇതൊക്കെ ഞങ്ങളൊക്കെ തന്നെ. പൊന്നച്ചോ എന്താ എടേ, നീ വണ്ടിയുടെ വലിയ ആളല്ലേ, അതെങ്ങനെ സംഭവിച്ചേ? അത് ആരെങ്കിലും ഉണ്ടാ? യുവമാർ ഉദ്ഘാടനം നടത്തുന്നത് എങ്ങനെയെന്ന് ഒന്ന് കാണണം. ഇതിന്റെ ബ്രേക്ക് എവിടെയാണാവും? ഇപ്പം ഇതിന്റെ അടിയിലുണ്ടാവും. ദൈവമേ, ഒരുപാട് വയറുണ്ടല്ലോ. ഇതിലേത് ബ്രേക്കിന്റെ വയറ്? കുഴപ്പമില്ല, എല്ലാവരും കട്ട് ചെയ്യാം. ഫോൺ പോലും അടിയരുത്. കാണിച്ചു തരടാ നാളെ. എടാ സാമദ്രോഹി, നീ സർപ്രൈസ് തരാൻ സർപ്രൈസ് ആന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു സർപ്രൈസ് ആണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അടുത്ത ടീമുകൾ. നമസ്കാരം. നമസ്കാരം. ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. ഇവിടെ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അതെ, ഈ വണ്ടി ഇറക്കേണ്ട ഒരു ടൈം ശരിയായില്ല. അതാണ് രാഹുലം നോക്കാതെ അവർ ഇറക്കിയത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞായിരുന്നു സമയം നോക്കി ഇറക്കണമെന്നൊക്കെ. അതാണ്. പിന്നെ ഈ വീടൊന്ന് നോക്കിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ ഈ അടുക്കള ഇരിക്കുന്ന കന്നിക്കൂണാണെന്ന് തോന്നുന്നു. അതാണ് ഒരു വിഷയം വന്നിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ച ഗണപതി ഹോമം നടത്തിക്കാൻ ചിലപ്പോൾ അത് മാറും. ഒരു ദോഷമുണ്ട് മൊത്തത്തിൽ. ഹോമം നടത്താനോ? അല്ല, ഒന്നുമില്ല, വേദന ഉണ്ടല്ലേ? ഇല്ല, കുഴപ്പമില്ല. കണ്ണിക്കൊള്ളാനുള്ളത് തലേ കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും ഇങ്ങനെ കാണാൻ പറ്റിയതിലൊരു സന്തോഷം. എനിക്ക് എന്നാലും ഇപ്പോഴും ഒരു സംശയം. അത് എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചോളൂ, ഞങ്ങളത് തീർത്തിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഇനി നിങ്ങളോടല്ല. എടാ, നീ ആ കൃത്യസമയത്ത് തന്നെ എങ്ങനെടാ അവിടെ തലയിറങ്ങി വീണത്? എനിക്കറിയില്ല ചേച്ചി.
അത് നിനക്ക് കുടിക്കാനല്ല, ഞാൻ ജീവിക്കാനാ. എന്താ എന്താ ഇത് എന്താ എന്തത് എന്താ ജി? എടാ ഈ സാധനം നമ്മൾ ഇതിൻ്റെ അകത്ത് കലക്കും, എന്നിട്ട് നമ്മൾ ആ വന്നിട്ടിങ്ങനെ ഗസ്റ്റിന് കൊടുക്കും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അപ്പം ബോധം കിട്ടി വരും. അപ്പൊ ആംബുലൻസിന്റെ ഉദ്ഘാടനം യെസ്. ആരോടും പറയല്ലേ വായും പൊളിച്ചു പോയിരുന്നത്. തട്ട് മൊത്തം തട്ട. സ്ട്രോ